എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്തുള്ള പാണിയേലിപ്പോര് 2016 ഡിസംബറിലെ ഒരു വെള്ളിയാഴ്ച 4 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത്. ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടൈക്കനാലിലെ ഗുണ കേവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സാത്താന്റെ അടുക്കളയിൽ ഇതുവരെയും 16 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ പുഴ തീരത്ത് മരിച്ചവരുടെ എണ്ണം അതിനേക്കാൾ 5 ഇരട്ടി വരും. കണക്ക് പ്രകാരം ഏകദേശം 94 പേരാണ് ഇതുവരെയായും ഇവിടെ മരണപ്പെട്ടത്. ഇത്രയും ആളുകളെ കൊലപ്പെടുത്തിയ വേറൊരു പുഴ കേരളത്തിലുണ്ടാകില്ല. അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് പാണിയേലിപ്പോര്. ഈ മരണങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് ഈ പാതയുടെ അവസാനം ചെന്നാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ മുങ്ങി മരണം മാത്രമല്ല, ഒരാന ഒരാളെ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടാനകൾ കൂട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന പുഴത്തീരമാണ് ഇവിടെ. വൈകുന്നേര സമയമായാൽ ആനകൾ കൂട്ടമായിട്ട് ഇവിടേക്ക് എത്തും. അതുകൊണ്ട് 4 മണി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടാകില്ല. ഇവിടെ ആനകളെയും ആളുകളെയും ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് ഗാർഡുകളുണ്ട്. ഇത് വേനൽക്കാലം ആയതുകൊണ്ടാട്ടോ ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഗാർഡുകൾ ഇറങ്ങാൻ സമ്മതിക്കില്ല. വർഷകാലമായാൽ ഈ ഒരു പോയിന്റ് വരെ മാത്രമേ നമുക്ക് എൻട്രൻസ് ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അവിടെ കാണുന്ന ഒരു പാലമില്ലേ, അത് മഴക്കാലം ആയാൽ എടുത്തു മാറ്റും. 10 വർഷം മുമ്പ് വരെ ഈ പാലത്തിനപ്പുറത്തേക്ക് പോയവരിൽ ചിലർക്ക് ജീവനോടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ഇവിടെ കാണുന്ന ഇതുപോലുള്ള കുഴികളാണ്. ഈ ഒരു കുഴി വെറും ഒരു സാമ്പിളാണ്. ഇതിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഒരുപാട് കുഴികൾ ഈ പാലത്തിനപ്പുറത്തുണ്ട്. ഈ പ്രദേശത്ത് മരങ്ങൾ വളരെ കുറവാണ്. കാരണം കൂടുതലും പാറകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുന്ദരമായ ഒരു നരകം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നരകം എന്ന് പറയാൻ കാരണം ഒരുപാട് പേരുടെ കണ്ണീരിവിടെ വീണിട്ടുണ്ട്. പുഴ ചെറിയ ചെറിയ അരുവികളായിട്ട് ഇങ്ങനെ ഒഴുകുമ്പോൾ ഓരോ അരുവിക്ക് മുകളിലും പാലങ്ങളുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു കുഴി നോക്കിയേ. ഈ കുഴിക്ക് വീതി വളരെ കുറവാണ്, പക്ഷെ നല്ല താഴ്ചയുണ്ട് ആ കുഴിക്ക്. ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കും. ഈ കുഴികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഈ 10 സെന്റിമീറ്റർ മാത്രം ആഴമുള്ള കുഴികളിൽ ഈ വെള്ളാരം കല്ലുകളും കല്ലുകളൊക്കെ വീഴുന്നു. പുഴയുടെ ഒഴുക്കിന്റെ ശക്തിയാൽ ഈ കല്ലുകൾ ആ കുഴിയുടെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങുന്നു. അതായത് അരിയാട്ടുന്ന പോലെ. അങ്ങനെ വട്ടം ചുറ്റി ആ കല്ലുകൾ പൊടിഞ്ഞു തീരും. കുഴി വലുതാവും. പിന്നെ വേറെ കല്ലുകൾ വീഴും. അതും വട്ടം ചുറ്റി ഇതുപോലുള്ള വലിയ ഗർത്തങ്ങളായി മാറും. 2000 കാലഘട്ടങ്ങളിൽ വർഷകാലത്തും ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഈ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ ഉള്ളിലായിട്ട് ഈ കുഴിയുള്ളത് ആർക്കും അറിയാൻ സാധിക്കില്ല. അങ്ങനെ ടൂറിസ്റ്റുകൾ അബദ്ധത്തിൽ ഈ കുഴിയിൽ പോകുന്നു. പിന്നെ നീന്തൽ അറിയുന്നവർക്ക് പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഇതൊരു ആളെ കൊല്ലി പുഴയായി മാറി. നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ പാണിയേലിപ്പോര്. പോര് എന്ന് പറഞ്ഞാൽ പുഴകളുടെ പോര്. പെരിയാർ നദി കുറേയേറെ കഴിവഴികളായിട്ട് ഒഴുകി ഇവിടെ എത്തി ഇങ്ങനെ തമ്മിൽ തല്ലുന്നു. അതുകൊണ്ടാണ് ഇതിനെ പോര് എന്ന് പറയുന്നത്. ഇവിടേക്ക് നമുക്ക് കുട്ടികളെയും കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഗാർഡുമാർ പറയുന്നതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ഗാർഡുമാർ ചിലപ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ടാവും. അവരുടെ ശ്രദ്ധയിൽ നമ്മൾ പെട്ടു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒഴുക്കുള്ള ഭാഗത്തേക്കൊന്നും ഇറങ്ങരുത്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. അത് മാത്രമേ എനിക്കിവിടെ വരുന്നവരോട് പറയാനുള്ളൂ. താങ്ക് യു.